താറാവ് ബംഗ്ലാദേശിലാണ്, കോഴി ഇന്ത്യയിൽ. കോഴി ഇന്ത്യയിൽ. ഇതിപ്പോൾ ബംഗ്ലാദേശിലാണ് ഞാൻ നിൽക്കുന്നത്. ഒറ്റ ചെവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞത് ഈ കഫ് സിറപ്പാണ്. ഇതുവരെ കാണാത്ത അത്യപൂർവമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് യാത്ര. എന്തുകൊണ്ടാണ് അപൂർവമാണെന്ന് വെച്ചാൽ 2 സിറ്റുവേഷൻ പറയാം. നമുക്കത് ആലോചിക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിലേക്കോ ഗ്രാമത്തിലേക്കോ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും സ്ട്രിക്റ്റായിട്ട് പട്ടാളക്കാർ ചെക്ക് ചെയ്യുകയാണെന്ന് കരുതുക. നമുക്കത് ആലോചിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ പരിശോധിച്ചതിന് ശേഷം മാത്രം കയറാൻ പറ്റുന്ന ഒരു ഗ്രാമമാണത്. അതായത് ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കും അങ്ങനെയാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം, സൈക്കിൾ ട്യൂബിൽ കഫ് സിറപ്പ് കള്ളക്കടത്ത് നടത്തും. അതെന്തിനാണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണാം. അങ്ങനെ കൗതുകമുള്ളതാണ് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. ട്രാവലറിൻ്റെ ഈ അപൂർവ വീഡിയോയിലേക്ക് സ്വാഗതം. പോലീസ് വാഹനത്തിൻ്റെ എസ്കോർട്ടും പിന്നെ വെസ്റ്റ് ബംഗാൾ സർക്കാരിൻ്റെ വാഹനം ആയതുകൊണ്ടാണ് നമുക്ക് ഈ യാത്ര ചെയ്യാൻ പറ്റിയത്. ഇത് അതിർത്തി വേലി. അതിനപ്പുറം ഇന്ത്യൻ കൃഷിക്കാരുടെ ഭൂമികളൊക്കെ ഉണ്ട്. അല്ല, നമ്മളിപ്പോൾ ഇന്ത്യയിലല്ലേ? ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വേലിയാണ് ഇത്, മുള്ളുവേലി എന്നില്ലേ? മുള്ളുവേലിക്ക് അപ്പുറം കാണുന്ന കൃഷിസ്ഥലം ബംഗ്ലാദേശാണ്. ഒരു കാര്യം ഇവിടെ ഉണ്ട്, അതിലും കുറച്ച് ഭാഗം ഇന്ത്യക്കാരുടെ ഇതുണ്ട്. നമ്മളെ അതിർത്തിയിലെ വേലികൾ എപ്പോഴും എക്സാക്റ്റ് അതിർത്തിയിലല്ല ഉണ്ടാവുന്നത്. അതിർത്തിയിൽ നിന്ന് ഒരു 200 മീറ്റർ ഒക്കെ മാറിയിട്ടായിരിക്കും. അപ്പം പല കൃഷിക്കാരുടെയും ഭൂമി ഈ അതിർത്തിക്ക് അപ്പുറം ഉണ്ടാവും. ഇന്ത്യൻ കൃഷിക്കാരെ അവര് ഈ BSFന്റെ പെർമിഷനോടെ എല്ലാ ദിവസവും പോകുന്നു അല്ലേ? അതെ. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തിരികെ വരാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ എല്ലാം ചോറുപാത്രമൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പറ്റുമെങ്കിൽ കിട്ടും, കാണാം. ഈ വഴിയിലൂടെ ഇങ്ങനെ വീഡിയോ എടുക്കൽ പോലും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഈ വഴിയിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തന്നെ സാധാരണ പറ്റില്ല, പ്രത്യേകിച്ച് ഇപ്പം കുറച്ച് ടെൻഷൻ കൂടുതലുള്ള സമയത്ത്. ഇതാണ് കേട്ടോ ചെക്കിംഗ് പോയിന്റ്. ഇവിടെ വെച്ച് പട്ടാളക്കാർ നമ്മുടെ ബെൽറ്റ് അടക്കം അഴിച്ചു നോക്കി പരിശോധിക്കും, എന്നിട്ടേ വിടുള്ളൂ. ഹരിപ്പൊക്കാർ എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തെ ഉത്തര ദിനാജ്പൂർ ജില്ലയിലാണ് ഔദ്യോഗികമായിട്ട് ഈ ഗ്രാമം. എന്നാലോ നമ്മുടെ അതിർത്തി വേലിക്ക് അപ്പുറം ബംഗ്ലാദേശിൻ്റെ അതിർത്തിയുടെ ഉള്ളിലായിട്ടാണ് ഹരിപ്പൊക്കാർ സ്ഥിതി ചെയ്യുന്നത്. ഈ പാടത്തെല്ലാം സാങ്കല്പികമായിട്ട് അതിർത്തി രേഖകളുണ്ട്. കൂടെ വന്ന പട്ടാളക്കാരനെ ഗൂഗിൾ മാപ്പിൽ ആ രേഖകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ എല്ലാം മനസ്സിലാണ് അതിർവരമ്പുകളുള്ളതെന്ന്. മറ്റേ താറാവ് നിൽക്കുന്നുണ്ട്. താറാവ് ബംഗ്ലാദേശിലാണ്, കോഴി ഇന്ത്യയിൽ. ഇനി ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് തന്നെ പകുതി ഇന്ത്യയിലും പകുതി ബംഗ്ലാദേശിലും ഉണ്ട്. ഇവിടെ ഏട്ടൻ ബംഗ്ലാദേശിൽ താമസിക്കുന്നു, അനിയൻ ഇന്ത്യയിലും താമസിക്കുന്നു. 135 വീടുകളുണ്ട് ഹരിപ്പൊക്കാർ ഗ്രാമത്തിൽ. 700-ലധികം ആൾക്കാരും. അവരിൽ ഭൂരിഭാഗവും കർഷകരാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്തെ വേറെ രാജ്യമായിട്ട് വേർതിരിക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ ഈ നടക്കുന്നതിൻ്റെ വലത്തെ സൈഡിൽ ഇന്ത്യയും ഇടത്തെ സൈഡിൽ ബംഗ്ലാദേശും കേട്ടോ. നോക്കി, ഇതിപ്പോൾ ബംഗ്ലാദേശിലാണ് ഞാൻ നിൽക്കുന്നത്. ഒറ്റ ചെവിടെ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് കയറി. ഇങ്ങനെയാണിത് ബോർഡർ ലൈൻ പോകുന്നത്. ഒരു വീടാണ് മുറിഞ്ഞിരിക്കുന്നത്. വീടിന്റെ പകുതി ബംഗ്ലാദേശ്, മറുപകുതി ഇന്ത്യ. പല രാജ്യങ്ങളിലും ബോർഡർ ഇതുപോലെയൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവും. ബംഗ്ലാദേശുമായിട്ട് ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇതൊരു ഭയങ്കര ഒരു രസകരമായ ഒരു ഇതാണ്. കാരണം നമ്മൾ നോക്കി ഇതിങ്ങനെ ഈ ഭിത്തിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഇത് ബംഗ്ലാദേശിലാണ് നമ്മൾ ഇടിക്കുന്നത്. ഇത് ഇന്ത്യയായി. ചേട്ടൻ താമസിക്കുന്നത് ഇന്ത്യയിലും അനിയൻ താമസിക്കുന്നത് ബംഗ്ലാദേശിലും. അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോഴേ ചുമരിൽ ചാണകവരലുകൾ ഒട്ടിച്ചു വെച്ച് കാണാം. തീ കത്തിക്കാനാണത്. വീണ്ടും അതിർത്തി വീടുകൾ. ശരിക്കും ഈ ഗ്രാമത്തിലെ ജീവിക്കുന്ന ആളുകളുടെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ, കാരണം ഇവർ മുള്ളുവേലിക്ക് ഇപ്പുറമാണ് താമസിക്കുന്നത്, പെർമിഷൻ വേണം. 6 തൊട്ട് 6 വരെയേ ഉള്ളൂ. സൈക്കിൾ പോലും അകത്ത് കൊണ്ടുവരാൻ അനുവാദമില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു സെക്യൂരിറ്റി റീസൺ ഉണ്ടല്ലോ. കാരണം ഇപ്പം നമ്മൾ BSF അതിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ടയറിനകത്തിൽ വരെ വെച്ചിട്ട് സാധനങ്ങൾ കടത്തുന്നുണ്ട്. ഇവിടെ കടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞത് ഈ കഫ് സിറപ്പാണ്. ഇതൊരു പള്ളിയാണിത്. ഇത് ബംഗ്ലാദേശിൻ്റെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ
0 പോയിന്റ് ആണ്. 0 പോയിന്റിന് തൊട്ടപ്പുറത്ത് 0 പോയിന്റ് തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിന്റെ പള്ളിയാണിത്. ഈ ബംഗ്ലാദേശ് പള്ളിയിലേക്ക് ഇന്ത്യൻ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് പോയിട്ട് നിസ്കരിക്കാം. പക്ഷേ അക്കരെ കടക്കണമെങ്കിൽ 6 മണി വരെയുള്ളൂ നിയന്ത്രണങ്ങളുണ്ട്. അത് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഒരു ഇന്ത്യൻ ഗ്രാമം, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കടുക് പാടങ്ങളും കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളൊക്കെ ഉള്ള ഈ അതിർത്തി ഗ്രാമം കടന്ന് ഞങ്ങൾ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് കിടന്നു. റേഷൻ വാങ്ങി വരുമ്പോഴേ ഈ വല്യമ്മ പട്ടാള യൂണിഫോം കണ്ടു. എല്ലാം നിലത്ത് വെച്ച് ചെക്കിങ്ങിനായിട്ട് തയ്യാറായി. പാവട്ടോ. പക്ഷേ ചെക്കിങ്ങിനല്ലാന്ന് പട്ടാളക്കാരൻ ചിരിയോട് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ മനസ്സിൽ അതിർത്തി ഇല്ലെങ്കിലും രാജ്യങ്ങൾക്കിടയിൽ മുള്ളുവേലി ഇങ്ങനെ കനപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ വഴിയിലെ യാത്ര ഉണ്ടല്ലോ, കാണുമ്പോൾ സിമ്പിളാണ്. പക്ഷേ പോലീസിൻ്റെ എസ്കോർട്ടും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണ ഇല്ലെങ്കിലുണ്ടല്ലോ, എല്ലായിടത്തും പട്ടാളക്കാർ നമ്മളെ തടയും. ബംഗ്ലാദേശിൽ പോയിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ അതിർത്തി വേലിക്കപ്പുറത്ത് ഇന്ത്യൻ ഗ്രാമം. അപ്പോൾ അവരനുഭവിക്കുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷൻ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഒരു ഫാമിലിക്ക് 4-5 പേരുള്ള ഒരു ഫാമിലിക്ക് ഒരു മാസം 3 കിലോ പഞ്ചസാരയാണ് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇന്ത്യയിൽ 40 രൂപയായിരിക്കും കിലോ. അതേ സംഭവം അവിടെ എത്തുമ്പം 150 രൂപയാകും. അതുകൊണ്ട് അവരെ വിശദമായിട്ട് പരിശോധന നടത്തി എത്ര കിലോ കൊണ്ടുപോകാം, അരി, പയർ, ഇതിനെല്ലാം കണക്കുണ്ട്. ആ ഗ്രാമത്തിനകത്ത് അവർക്ക് സൈക്കിൾ പോലും ഉപയോഗിക്കാൻ പെർമിഷൻ ഇല്ല. സൈക്കിളും ബൈക്കും ഒക്കെ ഈ BSFന്റെ ഗേറ്റ് ഉണ്ട്, അവിടെ വെച്ചിട്ട് നടന്നു വേണം പോകാനായിട്ട്. അത്രയ്ക്കുള്ള ദൂരമേ ഉള്ളൂ. ഇതൊരു ഭയങ്കര കടത്ത് കേന്ദ്രം കൂടെയാണ്. ഈ കാറ്റിൽ ട്രാഫിക്കിംഗ് ഭയങ്കരമായിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു കഫ് സിറപ്പിന്റെ കാര്യം. ബംഗ്ലാദേശിൽ മദ്യനിരോധനമാണല്ലോ. അപ്പോൾ ഈ ഇവിടുത്തെ കഫ് സിറപ്പ് അവിടെ കൊണ്ടുപോയിട്ട് ഭയങ്കര കച്ചവടമാണ്. അപ്പോൾ ഈ സൈക്കിളിന്റെ ടയറിനകത്ത് വരെ വെച്ചിട്ട് ഇവർ ഈ കഫ് സിറപ്പൊക്കെ കടത്തുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവരതെല്ലാം അവിടെ പിടിച്ചു വെക്കുന്നത്. ഈ കാലിക്കടത്ത് എന്ന് പറയുമ്പോൾ കാലി കടത്തുന്നത് ബംഗാളിൽ നിന്ന് കാലികളെ ബംഗ്ലാദേശിലേക്ക് കടത്തുകയല്ല ചെയ്യുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് പോലും വരുന്നുണ്ട്. അപ്പം അത്രയും വലിയൊരു സംഭവമാണ്. പക്ഷെ BSF ഇപ്പോൾ ക്യാമറകളെല്ലാം വെച്ച് അത്ര ഈസി അല്ല സുരക്ഷ ഉറപ്പാക്കാൻ. കാരണം BSFനെയും അവർക്കും ഒരു വിജിലൻസ് വേണമല്ലോ. അപ്പം അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് പ്രവൃത്തി നടക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ റീജിയണൽ ഓഫീസ്, BSFന്റെ DIG ഓഫീസിൽ, ഹെഡ്ക്വാർട്ടേഴ്സിലെല്ലാം അവർ ക്യാമറയിൽ കാണുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു ഫോൺ എടുത്തു. പ്രവീണ് ഉടൻ തന്നെ കോള് വന്നു, അത് ആ പരിപാടി പറ്റില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വന്ന BSFന്റെ ഇൻസ്പെക്ടർ ഞങ്ങളെ ഗ്രാമങ്ങളെല്ലാം കാണിച്ച് തിരികെ വന്നപ്പോൾ ഇദ്ദേഹത്തെ വിശദമായി പരിശോധിച്ചു. അതായത് സ്വന്തം ഉദ്യോഗസ്ഥനെ പോലും അവർ പരിശോധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അവരെയും പരിശോധിച്ചു. വളരെ കർശനമായ പരിശോധനയുണ്ട്. പിന്നെ നമുക്കൊരു പ്രത്യേകമായൊരു പ്രിവിലേജ് കിട്ടി, നമുക്ക് അപ്പുറത്തേക്ക് കടന്നൊന്ന് പോകാൻ പറ്റിയതാണ്. ഇപ്പം വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള റിലേഷൻ ഇത്തിരി മോശമായി ഇരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് ഒട്ടും തന്നെ ഗവൺമെൻറ് ആൾക്കാരെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിടാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ യാത്രയിലെ നമ്മൾ സാധാരണ ഹാപ്പിനെസ് എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ യാത്രയുടെ ഒരു രസം ഉണ്ടല്ലോ, ഇത് അങ്ങനെയുള്ള ഒരു ആഹ്ലാദത്തിൻ്റെ അല്ല, പക്ഷേ അത്യപൂർവമായ യാത്രയാണ്. അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. ഒരു പലതരം വൈവിധ്യങ്ങൾ മാത്രമല്ല, അതിൽ ജീവിത അനുഭവങ്ങൾ പോലും പലതാണ്. അതിർത്തിയിൽ താമസിക്കുന്ന ഒരാളുടെ ജീവിതം, അതായത് അതിർത്തി വേലിക്കപ്പുറത്തുള്ള ഒരാളുടെ ജീവിതം, അത് നമ്മൾ നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. എന്നും ഒരു പ്രത്യേക ഒരു ജയിലിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു തുറന്ന ജയിലിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന പോലുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ടാറ്റ. ബൈ.